നിങ്ങളാരാ? പെൺകുട്ടിയുടെ അമ്മയാ. നിങ്ങളുടെ മകൾ ധരിച്ചിരിക്കുന്ന സ്വർണം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അത് ജുവലറിന്ന് വാങ്ങിയതാ. നിങ്ങളാരാ? ഞാൻ കല്യാണച്ചക്കന്റെ അമ്മയാ. പേര്? അംബിക. നിങ്ങളാണ് ഈ കേസിലെ ഒന്നാം പ്രതി. എന്താ പ്രശ്നം? കാര്യങ്ങൾ എന്താണെന്ന് സാറൊന്ന് തുറന്നു പറയാമോ? നിങ്ങൾ അണിഞ്ഞിരിക്കുന്നത് മോഷണം നടത്തിയ സ്വർണമാണെന്ന് ഞങ്ങൾക്കൊരു പരാതി ലഭിച്ചിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സാറേ, ഞങ്ങൾക്കിതിൽ യാതൊരു മനസ്സറിവുമില്ല. ഇവളിട്ടിരിക്കുന്ന സ്വർണം മുഴുവനും ഞങ്ങൾക്ക് വിറ്റത് ഈ നിൽക്കുന്ന അംബികയാ. അതെ, അതിനുള്ള തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ടാ ഒന്നാം പ്രതി ഇവരാണെന്ന് ഞാൻ പറഞ്ഞത്. വെറുതെ അനാവശ്യം പറയരുത് സർ. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാ നിങ്ങൾ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത്? ഇതൊന്ന് നോക്ക്. ഈശ്വരാ, സാറേ, ഇത് ഞാൻ നിഷേധിക്കുന്നില്ല. ഈ കണ്ടത് നടന്ന കാര്യം തന്നെയാ. പക്ഷെ ഇത് മോഷണ സ്വർണ്ണമൊന്നുമല്ല. ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ. കള്ളം പറയരുത്. ദിവ്യപ്രഭ അണിഞ്ഞിരിക്കുന്ന സ്വർണം എനിക്കും എന്റെ അനിയത്തിമാർക്ക് അവകാശപ്പെട്ടതാ. ഇതെന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചതാ. അതും ക്രിമിനൽ ബുദ്ധിയോടെ. പകരം ഡ്യൂപ്ലിക്കേറ്റ് വെച്ചിട്ട്. സർ, ഇതൊന്നും വിശ്വസിക്കരുത്. എന്റെ സുമേഷിനെ കല്യാണം മുടക്കാൻ വേണ്ടിട്ട് ഇതിനു മുൻപും ഒരുപാട് തവണ ഇവര് ശ്രമിച്ചിട്ടുണ്ട്. എന്നെയും എന്റെ കുടുംബത്തിനെ നാണം കെടുത്താൻ ഇവരെല്ലാവരും കൂടി ഉണ്ടാക്കിയ കള്ളക്കഥ ഇതൊക്കെ. ഒരിക്കലും ഇല്ല. നിന്റെ വിവാഹം നടക്കണമെന്ന് തന്നെയാ ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ അത് എത്രയോ കാലം കഷ്ടപ്പെട്ട് എന്റെ ചേച്ചി ഞങ്ങൾ 4 അനിയത്തിമാർക്ക് വേണ്ടി സമ്പാദിച്ച സ്വർണം കൊണ്ട് ആവരുത്തന്നേ ഉള്ളൂ. മതിയക്കടി, മതി. കൂടുതൽ വിളവെടുത്താലുണ്ടല്ലോ നിനക്കൊക്കെ എതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും ഞാൻ. അതെ, കേസ് കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ തെളിവുകൾ പൂർണ്ണമായും നിങ്ങൾക്കെതിരാണ്. പഞ്ചരത്നത്തിലെ അമൃതയുടെ കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങളുടെ ഫോട്ടോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതും ഇതും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അതേ സ്വർണം തന്നെയാണോ കല്യാണ പെണ്ണ് അണിഞ്ഞിരിക്കുന്നതെന്ന് ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണം. അതിന്റെ ഒരു ആവശ്യമില്ല സർ. ഇത് എന്റെ അമ്മ പണം കൊടുത്ത് വാങ്ങിയതാ. ആവശ്യം നിങ്ങൾക്കുണ്ടാവില്ല, പക്ഷെ ഞങ്ങൾക്കുണ്ട്.
സാർ, എന്തെങ്കിലും ചതി നടത്തുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക തന്നെ വേണം. അതെ, അത് തന്നെയാ വേണ്ടത് സാർ. എന്നാൽ ഞങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെ ആ ആഭരണങ്ങളൊക്കെ ഊരിത്തരൂ. വാ, അവരകത്തുണ്ട്. അല്ല, ഇപ്പൊ എന്തിനാ ഇങ്ങനെ ഒരു സ്വർണ്ണ പരിശോധന? ഇവിടുത്തെ സ്വർണം ഇവിടെ തന്നെ ഉണ്ടല്ലോ. മോഷണം പോകാത്ത സ്വർണത്തിന്റെ മാറ്റി എന്തിനാ പരിശോധിക്കുന്നേ? ചേട്ടത്തി ഇതിൽ ഇടപെടണ്ട, ഇത് ഞങ്ങളുടെ കുടുംബകാര്യോ. ഉരച്ചു നോക്കിയാൽ ഉറപ്പായും ചെമ്പ് തെളിയും, കള്ളി പൊളിയും. പഞ്ചരത്നങ്ങൾ എന്നെ എടുത്തൊട്ടുക്കും കർത്താവേ. രക്ഷപ്പെടാൻ എന്താ ഒരു മാർഗം? ഓ, എന്താ ഇത്ര ലേറ്റ് ആവുന്നേ? നമുക്കൊരു തീരുമാനം അറിയണ്ടേ? പോലീസിന്റെ നടപടിക്രമങ്ങളല്ലേ, അതിന് അതിൻ്റെതായ സമയമെടുക്കുമായിരിക്കും. എത്ര ലേറ്റ് ആയാലും ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. എന്താടോ ഇത്രയ്ക്ക് വൈകുന്നത്? എത്ര സമയമായി? പെട്ടെന്ന് വരാൻ നോക്ക്. എന്നാ ശരി, പെട്ടെന്ന് വരണം. സാറൊരു തീരുമാനം പറ. അങ്ങനെ അനിശ്ചിതമായിട്ട് കല്യാണം നിർത്തിവെക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് ഇത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട്, സമയമെടുക്കും. എന്തായി? കലാവതി വിളിച്ചിട്ട് കിട്ടിയോ? എന്തു പറയാനാ, ഒരു അത്യാവശ്യത്തിന് വിളിച്ച അവളെ കിട്ടൂല്ല. അവളുടെ ഫോൺ സ്വിച്ച് ഓഫാ. മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്തതായിരിക്കും. എന്താടാ, ഇനിയും തീർന്നില്ല നിങ്ങളുടെ ഗൂഢാലോചന? ഞാനറിയാത്ത എന്തൊക്കെ തിരിമറികളാ സ്വർണത്തിന്റെ കാര്യത്തിൽ നടന്നത്? ഇനിയെങ്കിൽ സത്യം തുറന്നു പറഞ്ഞോടെ അംബികയെ. ഒരു തിരിമറി നടന്നിട്ടില്ല. എന്റെ മോന്റെ കല്യാണം മുടക്കാൻ വേണ്ടി പഞ്ചരത്നത്തിലെ പെണ്ണുങ്ങൾ നടത്തുന്ന നാടകമാണിത്. ഇപ്പോഴെങ്കിലും അവറ്റകളുടെ തനി കൊണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സർ, എന്താണോ ഇത്ര ലേറ്റ് ആയത്? ഇയാളെ തപ്പിയെടുക്കാൻ കുറച്ച് പാടുപെട്ടു സാർ. നമസ്കാരം. ശരി, നോക്ക്. ഇയാൾ എന്താ ചെയ്യുന്നേ? മോഷണ സ്വർണം ഒറിജിനലാണോ അല്ലയോ ഒന്ന് പരിശോധിക്കാം. ഇത് മുഴുവനും നല്ല ഒന്നാം തരം 916 സ്വർണ്ണ. എന്റെ പൊന്നും കുരിശു മുത്തപ്പാ. അല്ല, ഈ സ്വർണത്തിൽ തിരുമറി നടന്നില്ലെങ്കിൽ മലയാറ്റൂര് പോയി പൊന്മല കയറാന്ന് ഞാനൊരു നേർച്ച നേർന്നിരുന്നു. അതാ പൊന്നും കുരിശു മുത്തപ്പനെ പെട്ടെന്ന് അങ്ങ് വിളിച്ചു പോയത്. ഇപ്പൊ എല്ലാവർക്കും സമാധാനായില്ലേ? വിവേക് ചെയ്തത് ശരിയായ കാര്യം. നമ്മൾ ആളെ വിളിച്ച് പരിശോധിച്ച് നോക്കിയത് നന്നായി. എന്റെ കർത്താവേ, നീ വെള്ളത്തെ വീഞ്ഞാക്കിയിട്ടുണ്ട്. മുക്കുകൊണ്ടത്തെ സ്വർണ്ണാക്കി എന്നെ നീ വീണ്ടും ഞെട്ടിച്ചു കളഞ്ഞു. എന്നാ ഞാൻ ഇറങ്ങട്ടെ. പേയ്മെന്റ് ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം. ശരി ശരി.
സ്വർണം പരിശോധിച്ചതിന്റെ പേരില് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ സ്വർണമോഷണത്തിന്റെ പേരിൽ ദിവ്യപ്രഭയുടെ കല്യാണ സ്ഥലത്ത് പോയി പ്രശ്നം ഉണ്ടാക്കിയതിന് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. അത് വാസ്തവോ? അമൃതേച്ചി അഭിയേട്ടനും ഒക്കെ ഇതിന്റെ പേരിൽ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ പോവുക. നമ്മുടെ സ്വർണം മോഷണം പോയിട്ടില്ലെന്ന് അമൃതേച്ചി ഒന്ന് വിളിച്ച് പറ ആരാധേ. ഹലോ മോളെ, ഇവിടെ പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. അമൃതേച്ചി, നമ്മൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങള്. നമ്മുടെ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല. എന്താ പറഞ്ഞ? അനഘേച്ചി വിളിച്ചു പറഞ്ഞ പ്രകാരം വിവേകേട്ടൻ എവിടുന്ന് ഒരു അപ്രൈസറിനെ കൊണ്ടുവന്ന് നമ്മുടെ സ്വർണ്ണം എല്ലാം പരിശോധിച്ചു. അതെല്ലാം 916 ഗോൾഡ് തന്നെയാ. അത് ശരി, അത് പ്രശ്നമാവല്ലോ. എന്താ അമൃതേച്ചി? ഇവിടെ ആകെ പ്രശ്നാ മോളെ. പോലീസും അന്വേഷണവും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞിരിക്കുക. അല്ല മോളെ, നമ്മുടെ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാ ഇവിടെ ഇപ്പൊ ഭൂകമ്പം നടക്കും. സഹദേവും മാമും പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. എന്ത് പറഞ്ഞിട്ടായാലും ചേച്ചി പോയി ഈ പ്രശ്നം സോൾവ് ചെയ്തേ പറ്റൂ. നമ്മുടെ ശത്രുക്കളാണെങ്കിലും സുമേഷേന്റെയും ദിവ്യപ്രഭയുടെയും കല്യാണം നമ്മൾ കാരണം മുടങ്ങാന്ന് പറഞ്ഞാ അത് കഷ്ടമാ. അമൃതേച്ചി പോയി ആ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണം. ഇതെങ്ങനെ പരിഹരിക്കണം എന്ന് എനിക്കറിയില്ല മോളെ. എന്തായാലും ശ്രമിച്ചു നോക്കാം. സഹദേവമാമൻ ക്ഷമിക്കണം. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. മാപ്പ്. മാപ്പോ? എന്തിന്? എന്ത് അബദ്ധം? ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിട്ട് ഇനി നീ ഒന്നും പറയണ്ട. അംബിക മാമി, ഞങ്ങൾക്കൊരു തെറ്റുപറ്റി. മിണ്ടി പോവരുത്. അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം നടന്നാ നിനക്കൊക്കെ കണ്ണു കടിയാണെന്ന് എനിക്കത് പണ്ടേ അറിയാം. സോറി, ഇതൊരു ഫേക്ക് ഇൻഫർമേഷൻ ആയിരുന്നു. കല്യാണ പെണ്ണ് അണിഞ്ഞിരുന്ന സ്വർണം മുഴുവൻ ഫേക്കായിരുന്നു. ആരും ഒന്നും മോഷ്ടിച്ചിട്ടില്ല. സ്വർണം കണ്ട് സംശയം തോന്നിയിട്ടാ ഞങ്ങൾ ഒരു അപ്രൈസറെ വരുത്തിയത്. എന്തായാലും കല്യാണ പെണ്ണ് അണിഞ്ഞിരുന്ന സ്വർണം മുഴുവൻ വ്യാജമാണെന്ന് വ്യക്തം. അങ്ങനെ വരാൻ ഒരു വഴിയുമില്ല. അമ്മയും കൂടി അറിഞ്ഞോണ്ടാണോ ഇതൊക്കെ? എന്റെ മോളെ, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ഏതോ കൂട്ടുകാരിയുടെ സ്വർണ്ണമാണെന്ന് പറഞ്ഞ് അംബികയല്ലേ നമുക്കിത് കൊണ്ടു തന്നത്. ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിട്ട് 33 ലക്ഷം രൂപയാ നിങ്ങൾ തട്ടിയെടുത്തത്. സാറേ, ഇവര് വെറുതെ വിടരുത്. കൊള്ളിയവര്. അയ്യോ, എന്റെ പൊന്നും ദിവ്യ മോളെ, എന്റെ പൊന്നു സാറേ, ഇനി ഞാനൊരു സത്യം പറയാം. എനിക്ക് ആ സ്വർണം തന്നത് കലാവതിയാ. കലമയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല സർ, അത് എനിക്ക് ഉറപ്പാ. അതുകൊള്ളാം. പിന്നെ ഞാനാണോ ഇതൊക്കെ ചെയ്തേ? അല്ല, നിങ്ങൾ ആദ്യം പറഞ്ഞിരുന്നത് സ്വർണം ജ്വല്ലറി എന്നാണെന്നല്ലേ?
പിന്നെ പറഞ്ഞു കൂട്ടുകാരിയുടേതാണെന്ന്. ദേ ഇപ്പൊ മറ്റൊരാളെ പഴിക്കുന്നു. ഇതിലേതാണ് കള്ളം? സാറേ, ഞാൻ ഇപ്പൊ പറഞ്ഞതാ സത്യം. ആരാരുടെ മേല് പഴിചാരിയാലും നഷ്ടം വന്നത് എനിക്കാ. എന്റെ 33 ലക്ഷം രൂപ എനിക്ക് തിരിച്ചു കിട്ടണം. ദേ, എന്നെ തട്ടിച്ചത് നീ അംബിക. എനിക്ക് വേറെ ഒന്നും അറിയണ്ട. സർ, ഇവർക്കെതിരെ കേസെടുക്കണം. ശരി ശരി, ആദ്യം കല്യാണം നടക്കട്ടെ. അത് കഴിഞ്ഞ് സ്റ്റേഷനിൽ വന്നൊരു പരാതി എഴുതി തരണം. വാ. ഇല്ല, ഇനി ഈ കല്യാണം നടക്കില്ല. ഇത്ര വൃത്തികെട്ട ഒരു കുടുംബത്തിലേക്ക് എന്റെ മോളെ അയക്കാൻ ഞാൻ തയ്യാറല്ല. അമ്മേ, ആ തീരുമാനം അമ്മ മാറ്റിയേ പറ്റൂ. ഞാനും സുമേഷുമായിട്ടുള്ള കല്യാണം മുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന പലരും ഇവിടെയുണ്ട്. അത് അമ്മയ്ക്കും അറിയാവുന്നതല്ലേ? അങ്ങനെ അവരിപ്പോ സന്തോഷിക്കണ്ട. അങ്ങനെ അവരാരും ഇപ്പൊ ജയിക്കാൻ വേണ്ട. ഞാനും സുമേഷുമായിട്ടുള്ള കല്യാണം തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഇന്ന് ഇവിടെ വെച്ച് നടന്നേ പറ്റൂ. പക്ഷെ മോളെ, കേസ് അതൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളൂ. എന്റെ കഴുത്തിൽ ഒരു മഞ്ഞ ചരടിൽ കോർത്ത താലി മാത്രം മതി. പക്ഷെ ആ താലിയെങ്കിലും സ്വർണ്ണമായിരിക്കണം. രാഹുകാലം കഴിഞ്ഞിട്ടില്ല. ഇനിയും കല്യാണം നടക്കും. മോള് വാ. ഇനി എന്ത് കാണാനാ നിൽക്കുന്നേ? വാ, നമുക്ക് പോവാം. ഇനി വധൂവരന്മാർ അച്ഛനമ്മമാരുടെ അനുഗ്രഹം വാങ്ങട്ടെ. നന്നായി വരും.
എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ദിവ്യ, അമ്മയുടെ അനുഗ്രഹം വാങ്ങ്. ഇല്ല, എനിക്ക് ഇവരുടെ കാല് തൊട്ട് വന്നിക്കാൻ പറ്റില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.